ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ബീഫ് കറിയാണ്. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഈ ബീഫ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതേ ഉള്ളൂ. അപ്പം ബീഫ് എപ്പോഴും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വെള്ളം വാരാനായിട്ട് നിങ്ങൾ വെക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് തേങ്ങാക്കൊത്താണ്. ഇത് ഞാനൊരു 1/4 ഭാഗം തേങ്ങാമുറി എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ എടുക്കുമ്പോൾ നീളത്തിൽ അരിയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന 1 കുടം വെളുത്തുള്ളി ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് 20 മുതൽ 25 വരെ ചുവന്നുള്ളി വേണം. സവോളയെക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചുവന്നുള്ളി ഇടുന്നതിനാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകൾ കറി വെക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണോളം നെയ്യും ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നെയ്യിലുണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി വളരെ നല്ല ടേസ്റ്റാണ്. ആദ്യം നമുക്ക് എന്നാണ് ചെയ്യുന്നത് വെച്ചാൽ തേങ്ങ കൊത്ത് വറുത്ത് കോരി മാറ്റി വെക്കണം. അതിനായിട്ട് നമുക്ക് തേങ്ങ കൊത്തിടുവാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ബീഫ് കറി തന്നെയാണിത്. അത് കാണുമ്പോൾ ഒരുപാട് പ്രൊസീജിയർ തോന്നും. പക്ഷേ വളരെ സിമ്പിളായിട്ട് വളരെ നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് വറുത്ത് മാറ്റി വെക്കുവാണ്. ആ എണ്ണയിലോട്ട് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒരു 3 തണ്ട് വരെ ഇടുന്നത് നല്ലതാണ്. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. നെയ്യിലിട്ട് വട്ടുന്നതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇട്ടിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യം ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. മഞ്ഞൾപ്പൊടി എടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മഞ്ഞളിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറണം. ഈ മസാല ഒന്നിച്ച് ഇങ്ങനെ വറ്റുന്നേക്കാളും ഓരോന്ന് ഇങ്ങനെ വറ്റുന്നതിന് വളരെ നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ. അപ്പോൾ എല്ലാം മസാലയൊക്കെ ആ സമയത്ത് മൂക്കുകയും ചെയ്യും. 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂക്കട്ടെ. 2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർക്കണം. ഇതിലോട്ട് ഗരം മസാല 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. ഗരം മസാല ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു നുള്ളു കായ ഇട്ടിട്ടുണ്ട്. കായ ഇടുന്നതിനാന്ന് വെച്ചാൽ കുറച്ചൊരു ടേസ്റ്റിനാണ് കായം ചേർക്കുന്നത്. ഞാൻ ഇതിനകത്ത് മീറ്റ് മസാല ചേർക്കുന്നില്ല. മീറ്റ് മസാല ഇടണമെന്നുള്ളവർ 1 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ഇട്ടിട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് കൂട്ടി നന്നായിട്ട് ഇളക്കുക. അതിലോട്ട് നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുത്തു. ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. കൂട്ടി നന്നായിട്ട് ഇളക്കുക. ഇളക്കി കൊടുപ്പം ഇതെല്ലാം മിക്സായി നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. കുക്കറിലോട്ട് നമുക്ക് മാറ്റുവാണ്. ഇനി ഒരു മീഡിയം തീയിൽ ഒരു ഫിസിലടിക്കുന്നൊരു വെയിറ്റിന് ശേഷം തീ വളരെ കുറച്ചിട്ട് ഫിസിലടിക്കാതെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫിസിൽ ഫുള്ളെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റെഡിയാകും. അഥവാ ബീഫ് വെന്തില്ലെങ്കിൽ, കാരണം ഓരോ ബീഫിനും വ്യത്യസ്തമായിട്ടുള്ള അളവാണ്. വെന്തില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ടൈം കൂടെ നോക്കി കുക്കറിനകത്ത് ഫിസിലടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ 15 മിനിറ്റായി. ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കില്ല ഫിസിലെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പം നമ്മുടെ ബീഫ് ഫിസിലെല്ലാം അടിച്ച് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെന്തോ നോക്കാം. ഞാൻ മസാലയിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചില്ല. വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും എല്ലാം കറക്റ്റ് ഭാഗമാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, ഇപ്പം ബീഫിനകത്ത് കുറേ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ചോദിച്ചാൽ ഈ കുക്കറിൽ തന്നെ ഇരുന്ന് വെള്ളം പറ്റിക്കരുത്. കാരണം പിന്നെയും ബീഫ് വെന്തു പോവും. അപ്പോൾ ഇതിനൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾ ഫ്രൈ പാനിലോ ചീനച്ചട്ടിയിലേക്ക് വെള്ളം മാറ്റിയതിന് ശേഷം ആ വെള്ളമെല്ലാം പറ്റി കുറുകാറാകുമ്പോഴത്തേക്ക് ഈ ബീഫ് ഇട്ട് ഇളക്കി എടുത്താൽ മതി. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഇത് ഈ കുക്കറിലിട്ട് നിങ്ങൾ വേവിക്കരുത്. ഇതിപ്പോൾ കറക്റ്റ് പരുവാണ്. ഇപ്പം നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് പുതിയ പുതിയ റെസിപ്പി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നുണ്ട്. എല്ലാം ഒരു ദിവസം ഞാൻ അതൊക്കെ ഇടുന്നതായിരിക്കും. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുവാനായിട്ട് മറക്കരുത്. ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.